എല്ലാവർക്കും നല്ല നമസ്കാരം. വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത, ജനോപകാരപ്രദമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ജില്ലയുടെ അധികാരി എന്ന നിലയ്ക്ക് തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസയിൽ ഇനി ഒരു ഉത്തരവുണ്ടാകുന്നവരെ ടോൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഏറെ ജനോപകാരപ്രദമായിട്ടുള്ളൊരു തീരുമാനം. കാരണം എന്താണെന്നറിയോ, 150 രൂപ ഒക്കെ കൊടുത്ത് ടോൾ കൊടുത്തു വരുന്ന വാഹനങ്ങൾ ബ്ലോക്കിൽ കുടുങ്ങിക്കിടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഈ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് NH 544 പേരാമ്പ്ര, മുരിങ്ങൂര്, ചെറങ്ങര, കൊരട്ടി തുടങ്ങിയ പ്രദേശങ്ങൾ എത്ര മണിക്കൂറോളം കെട്ടിക്കിടക്കുന്നു. ഒരു തവണ ഇതേപോലെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാണ്. അപ്പോൾ NH അധികൃതർ പറഞ്ഞു തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഗതാഗത സൗകര്യം ഒരുക്കി കൊടുത്തതിന് ഉടനെ തന്നെ ഒരുക്കി കൊടുക്കുമെന്ന്. പക്ഷേ യാതൊരുവിധ ഇടപെടലും ഉണ്ടായിരുന്നില്ല, മറ്റ് നടപടിക്രമങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ജനോപകാരപ്രദമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഹൈവേ നിർമ്മാണങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അർഹിക്കുന്ന ഏജൻസി തന്നെയാണോ ഇത് നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളതെന്നൊക്കെ വലിയ സംശയാസ്പദമായ കാര്യങ്ങൾ തന്നെയാണ്. സ്ലാബ് നിർമ്മിക്കാൻ അറിയാത്ത ആളുകളാണ് ഈ പറയുന്ന 10 പാലങ്ങൾ നിർമ്മിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. പക്ഷേ ഈ മുടിഞ്ഞ ബ്ലോക്കിൽ ഇതുപോലെ ബ്ലോക്കിൽ കുടുങ്ങിക്കിടന്ന് അങ്കമാലി വരെയൊക്കെ എത്തണമെങ്കിൽ, വേണ്ട കൊരട്ടയിൽ നിന്നും മുരിങ്ങൂര് വരെ എത്തണമെങ്കിൽ 3 മണിക്കൂറൊക്കെ സമയമെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം വന്നിട്ടുള്ളത്. എന്തായിരുന്നാലും കളക്ടർക്ക് വലിയ അഭിനന്ദനങ്ങൾ. പക്ഷെ അപ്പോഴും ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറുന്നില്ല. ഈ ഒടുക്കത്തടങ്ങുന്ന ബ്ലോക്കിൽ തന്നെ കുടുങ്ങിക്കിടന്നുകൊണ്ടാണ് തെക്കോട്ട് യാത്ര ചെയ്യേണ്ട ദുർഗതി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ നിന്നും ചാലക്കുടി ഭാഗത്തേക്ക്, അങ്കമാലിയിൽ നിന്നൊക്കെ വരണമെങ്കിൽ ദീർഘസമയം ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്.